വോട്ടുകാലത്ത് നമ്മൾ എന്തൊക്കെ കാണണമല്ലേ? സ്നേഹം കാണണം, പാട്ട് കാണണം, ഡാൻസ് കാണണം, പിടിച്ചുവലി കാണണം, അങ്ങനെ പലതും. അപ്പോൾ അതിൽ സ്നേഹം കൊണ്ട് പേരുമാച്ച കഥ പറഞ്ഞല്ലോ, ടി എൻ പ്രതാപൻ, കെ മുരളീധരന് ഉമ്മ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായും പത്മജ വേണുഗോപാലിൻ്റെ പെട്ടെന്നുള്ള ഒരു കളമാറ്റമായിരുന്നു ബി ജെ പിയിലേക്കുള്ള പോക്ക്. ഇന്ന് അതിനെക്കുറിച്ച് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുൻപ് പത്മജ വേണുഗോപാലിനെ സി പി എമ്മിലേക്കോ എൽ ഡി എഫിലേക്കോ എത്തിക്കാനൊരു ചരടുവലി നടന്നിരുന്നു എന്നതാണ്. ദല്ലാൾ എന്ന നിലയിൽ വിവാദ വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുള്ള നന്ദകുമാറാണ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നീക്കം നടന്നോ? ഈ പത്മജ ഇങ്ങനെ പോയതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? അതിൽ ഉത്തരം പറയേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ പറയാം. പത്മജ വേണുഗോപാൽ ബി ജെ പി വന്നതുകൊണ്ട് ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ? ഒരു പരിധിവരെ ചിലപ്പോൾ നമുക്കറിയാം, പത്മജ വേണുഗോപാലുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ബി ജെ പിയിലേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ആരും വന്നാലും നമ്മുടെ നാട് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ എത്ര കാലം ഇവിടെ നിന്നിട്ട് തോറ്റു പോയതാ. അപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് കാലുമാറി. എല്ലാ നേതാക്കന്മാരും സ്വാതന്ത്ര്യം ജീവിക്കാൻ, അവർക്ക് ജീവിക്കണം, ജനങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ബി ജെ പിക്ക് ഗുണമെന്നുണ്ടോ നമുക്കറിയില്ല, അവർക്ക് ഗുണമുണ്ടോ നമുക്കറിയാം. അങ്ങനെ പറയാൻ പറ്റുക, അവർക്ക് ഗുണമുണ്ടാവും, പത്മജയ്ക്ക് അല്ലാണ്ട് നമ്മളൊന്ന് പറയാം. ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നണേ. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, മോദിയുടെ ട്രെൻഡല്ലേ ഇപ്പം നിൽക്കണേ. തന്നെയല്ല ഭരണം ഇവർ രണ്ടുപേരും ഭരിച്ച് ഇനി മറ്റൊരാൾ ഭരിക്കട്ടെന്നേ. അതാണ് നമ്മൾ മാറ്റം വേണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. മാറ്റം വേണം, തീർച്ചയായിട്ടും വേണം. കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടില്ല, പിന്നെ ബി ജെ പിക്ക് ചെയ്യുക. അപ്പം അത് ഗുണം പ്രതീക്ഷിച്ചിട്ടല്ല, അതൊരു രാഷ്ട്രീയ മാറ്റം അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ മാറ്റത്തിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സി പി എമ്മിൽ പോയായിരുന്നേ ഗുണം ചെയ്യുമായിരുന്നോ? സി പി എമ്മിൽ പോയാലും ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പ്രവർത്തനം ശരിയായെങ്കിൽ മാത്രമാണല്ലോ ജനങ്ങൾ ഗുണം ചെയ്യുന്ന ആളാണ്, വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചമാതിരി കിട്ടിയിട്ടില്ല. ഇല്ല, തൃശ്ശൂർ പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിക്കും. ബി ജെ പിക്ക് ദോഷം ചെയ്യുള്ളൂ, ഒരിക്കലും ഗുണം വരില്ല. അത് ഇനി ഏത് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് മത്സരിക്കാൻ നിന്നാലും അതും അവരുടെ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും, അവരുടെ ഇലക്ഷൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അവസാനം തന്നെ ആയിരിക്കും. അവരൊന്നാവില്ല, 0 ആയിട്ട് പോവുള്ളൂ. പോയിരുന്നേ ഗുണം ചെയ്യുമായിരുന്നോ? ഇല്ല, അവർക്കും ഗുണം ചെയ്യില്ല. എന്ത് ഗുണം ചെയ്യാനില്ല, ഒന്നും ചെയ്യില്ല, ഒരു ഗുണമില്ല. എന്താ വെറുതെ പോയിന്നുള്ളൂ, അല്ലാണ്ട് എന്താ പറയാ. ഇല്ല, ആരെങ്കിലും ഒട്ട് കൊടുക്കും അങ്ങനെ പോയി കഴിഞ്ഞാ. പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല എന്ന് തോന്നണേ. ഗുണം ചെയ്യാൻ സാധ്യതയില്ല. ഇല്ല, ദോഷമായി ബാധിക്കത്തുള്ളൂ അല്ലേ? അതെ. അല്ല, അതിപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ളൊരു തീരുമാനമാണല്ലോ. ഗുണം ചെയ്യില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെയാ മുൻകൂട്ടി ചേട്ടൻ്റെതായ ഒരു വിലയിരുത്തൽ? അല്ല, ആളുടെ ഒരു പേഴ്സണൽ വ്യക്തി നേട്ടം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പത്മജ പോയോണ്ട് ഗുണം ചെയ്യില്ല. പക്ഷെ ഇവിടെ സുരേഷ് ഗോപിക്ക് ഗുണമുണ്ട്. കാരണം പത്മജ പോയ കാരണം കൊണ്ടല്ല, അദ്ദേഹം വികസനം നടത്തുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ഇവിടെ സുരേഷ് ഗോപി ചിലപ്പോൾ ഗുണം ചെയ്യും. പത്മജയെ കൊണ്ട് ഗുണം ഉണ്ടാവില്ല. പത്മജയുടെ കാര്യം നോക്കണ്ട, അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സി പി എമ്മിലേക്ക് പോയിരുന്ന ഗുണം ചെയ്യുമായിരുന്നോ? അത് പറയാൻ പറ്റില്ലല്ലോ, കാരണം അത് ചാടുന്ന ആൾക്കാർ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നുള്ളതാണ് വിശ്വാസം. കാരണം അവരുടെ തൃശ്ശൂരുള്ള സൗഹൃദ ബന്ധങ്ങൾ, അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജ്, അവരുടേതായിട്ടുള്ള ഇമേജ്, അതൊക്കെ പൊതുവെ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണ് ബി ജെ പി. മറ്റേ പാർട്ടി ഇതിലേക്ക് മാറണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമായിരിക്കുമല്ലോ. ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുമായിരിക്കും. കോൺഗ്രസിലുണ്ടാകുമ്പോൾ ഒരു ഗുണം ചെയ്തിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ബി ജെ പിയിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവും തോന്നുന്നില്ലേ. ഏതിലെന്നാലും പത്മജനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. സി പി എമ്മിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞു. സി പി എമ്മിൽ പോയിരുന്നെങ്കിൽ ഗുണം ചെയ്യുമായിരുന്നോ? സി പി എമ്മിന് ദോഷം ചെയ്യായിരുന്നു, ഗുണം പ്രത്യേകിച്ചും ചെയ്യായിരുന്നു.